സെർവൈക്കൽ അബ്രഷൻ. എന്താണ് സെർവൈക്കൽ അബ്രഷൻ? നമ്മുടെ പല്ലുകളിൽ ക്രൗൺ, റൂട്ട് എന്നുള്ള രണ്ട് പോർഷൻസ് ആണ് ഉള്ളത്. ഈ റൂട്ട് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ മോണയുടെ അകത്താണുള്ളത്. ക്രൗൺ എന്ന ഭാഗം മോണയുടെ പുറത്ത് നമുക്ക് കാണാനും ചവയ്ക്കാനൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പം ഇത് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത്, അതായത് ഈ ക്രൗൺ റൂട്ടിലേക്ക് ജോയിൻ ചെയ്യുന്ന ഭാഗത്താണ് മോണയുടെ എന്തുണ്ടാവുക. നമ്മളുടെ ഇംപ്രോപ്പർ ബ്രഷിങ്, അതായത് ശരിയല്ലാത്ത രീതിയിൽ നമ്മൾ പല്ല് തേക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഭാഗം തേയ്മാനം വരുന്നു. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിന്റെ ക്രൗണിലാണ് ഇനാമൽ ഉള്ളത്, റൂട്ടിൽ ഇനാമലില്ല. ഇനാമലാണ് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള പാർട്ടായിട്ടുള്ളത്. ഈ ഇനാമൽ പോയിട്ട് റൂട്ടിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഇനാമലിന്റെ കട്ടി കുറവായിരിക്കും. ആ ഭാഗങ്ങളിൽ നമ്മൾ അമർത്തി പല്ല് തേക്കുമ്പോൾ, നമ്മൾ തെറ്റായ രീതിയിൽ ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കുമ്പോൾ തേയ്മാനം സംഭവിക്കുകയും അതൊരു ചന്ദ്രക്കലയുടെ രൂപത്തിലാണ് പൊതുവെ കാണാറ്. ഈ തേയ്മാനം സെയിം നമ്മൾ ബ്രഷിംഗ് രീതിയിൽ മാറ്റമൊന്നുമില്ലെങ്കിൽ ഈ തേയ്മാനം കൂടെ പല്ല് പൊട്ടി പോകാറുണ്ട്. ആ ഭാഗത്ത് കൂടി ഞരമ്പ് പുറത്തെത്തി വേദനകൾ വരാറുണ്ട്. ആ ഭാഗത്ത് കേട് വരാറുണ്ട്. അങ്ങനെ പല കണ്ടീഷൻസിൽ കാണാറുണ്ട്. അപ്പം ഈ സെർവൈക്കൽ അബ്രഷൻ എന്ന് പറയുന്ന കണ്ടീഷൻസ് അതിഭയങ്കരമായ പുളിപ്പ് നമുക്ക് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ബ്രഷിംഗ് രീതിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണിത്. ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇത് മാറാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സെർവൈക്കൽ അബ്രഷൻ വന്നിട്ടുള്ള ഏരിയയുടെ ഡെപ്ത് അനുസരിച്ച്, അത് എത്രത്തോളം ആഴത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് നോക്കിയിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ആണ്. വളരെ ചെറിയ രീതിയിൽ ഒരു ചെറിയ ഇനാമൽ ലോസ് ആണെങ്കിൽ നമുക്ക് അവിടെ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഡീസെൻസിറ്റൈസിങ് ഏജൻസ് നമ്മൾ ഡെന്റിസ്റ്റുകൾ അപ്ലൈ ചെയ്ത് തരാം. അത് 2-3 കോട്ടിങ് 2-3 വിക്കറ്റിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ആശ്വാസം ഉണ്ടാവും. രണ്ടാമത്തേതാണ് സെർവൈക്കൽ അബ്രഷൻ കുറച്ചും കൂടി ഡീപ്പാണ്. അതായത് ഡെന്റിന്റെ ലെവലിലേക്ക് കുറച്ചും കൂടി ഡീപ്പാണെങ്കിൽ നമ്മൾ അതിനെ ഫില്ലിങ് ചെയ്യാൻ പറ്റും. അത് മുന്നിലുള്ള പല്ലുകളാണെങ്കിൽ നമ്മൾ കോമ്പോസിറ്റ് ഫില്ലിങ്സ് ആണ് കൊടുക്കുക. പിറകിലുള്ള പല്ലുകൾക്ക് കോമ്പോസിറ്റോ DICO ഫില്ലിങ്സ് കൊടുക്കുക. അതിനുശേഷമുള്ളതാണ് ഉള്ളിലോട്ട് പല്ലിന്റെ ഞരമ്പ് പൾപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഞരമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് റൂട്ട് കനാൽ ചികിത്സയും ക്യാപ്പ് ഇടുക എന്നുള്ളത് മാത്രമേ പരിഹാരമുള്ളൂ. ഞരമ്പിലേക്ക് ഡീപ്പായിട്ട് സെർവൈക്കൽ അബ്രഷൻ തേയ്മാനം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് റൂട്ട് കനാൽ ചികിത്സ ചെയ്ത് ക്യാപ്പ് ചെയ്യുക എന്നുള്ളൊരു പോംവഴി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പൊട്ടിപ്പോകുന്ന കണ്ടീഷനിൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, കാരണം ഈ തേയ്മാനം സംഭവിക്കുന്നത് റൂട്ട് ലെവലിലായതുകൊണ്ട് തന്നെ പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻസിൽ നമുക്ക് അതിനെ സേവ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എങ്കിൽ പോലും പോസ്റ്റ് ഒക്കെ റൂട്ട് കനാൽ ചെയ്ത് പോസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാൻ കഴിയുന്ന കണ്ടീഷനാണ്. എക്സ്റേ എടുത്ത് നോക്കി നമുക്കത് മനസ്സിലാവും. അപ്പം സെർവൈക്കൽ അബ്രഷൻ കാണുന്നുണ്ടെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക. താങ്ക് യു.